നോക്കി നിൽക്കാതെ ആരെങ്കിലും ഒന്ന് പിടിച്ചു മാറ്റ്. നിങ്ങളെ നാട്ടുകാരനാണ്, കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാകട്ടെ. കാരണവരെ അത് നമ്മുടെ കള്ളൻ തമ്മന്റെ മക്കളാ. ഈശ്വരാ, കൂടപ്പുറപ്പുകൾ തമ്മിലാണ് ആടി. എന്നിട്ടാണ് നിങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കണത്? കൊണ്ടാരടങ്ങാൻ സ്വന്തം തന്തക്കില്ലാത്ത ദണ്ണം നിങ്ങൾക്ക് എന്തിനാ? ദേ നോക്കിയ തന്തേനെയാണ് ഇതിന്റെ ലഭ്യം. ശിവ ചാടി അടിയടാ, കൂമ്പിന് കുത്തണ, കൂമ്പിന് കൂത്താൻ പോലും കളിക്കാതെ ഇടിച്ചു മനത്തടാ. ഇതാണോടാ ഇടി? കഴുത്തപ്പിടിച്ച് കളിക്കാതെ ഇടിയടാ. അങ്ങനെ കൊള്ളാം. നല്ല ബെസ്റ്റ് തന്ത. മക്കളെ വളർത്തണം, ഇങ്ങനെ തന്നെ വളർത്തണം. ഇയാൾക്കെന്താ ഭ്രാന്ത? ഇത് സ്ഥിരം കലാപരിപാടിയാ. മക്കള് തമ്മിൽ എന്തെങ്കിലും കാര്യത്തിൽ രണ്ടഭിപ്രായം വന്നാ തമ്മിൽ തല്ലി തീരുമാനിക്കണമെന്ന തൊമ്മന്റെ പ്രമാണം. ഇന്നിപ്പോ തമ്മിൽ തല്ലുന്ന എന്ത് തീരുമാനിക്കാനാ? അതറിയാനല്ലേ ഞങ്ങൾ നിൽക്കണം. ആഹാ, എന്നാ ഞാനും നിക്കാം. സത്യ വെറുതെ മാനം നോക്കി കിടക്കാതെ അവന്റെ നിറയിക്കട്ടി ഔട്ടാ. അപ്പൊ ധൈര്യം ഉണ്ടെങ്കിൽ പന്നിയോടെ താഴെ ഇറക്കാൻ പറ. മോനെ ശിവ, എടാ അവന് താഴെ ഇറക്കടാ. അവൻ കൊച്ചല്ലേ, അവന്റെ നടുകൂടി വന്ന് താഴെ ഇറക്കണമെങ്കിൽ ഇവൻ തോറ്റെന്ന് പറയട്ടപ്പാ. തോറ്റാടാ സത്യ. തോറ്റത് അപ്പൻ. അപ്പൊ അതേ ഇവൻ അപ്പന്റെ അപ്പനെ വിളിക്കണേ. എടാ ശിവ, അവനെ കറക്കടാ. എന്നാ ഇന്നത്തെ ഭൂതല സംപ്രേഷണം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഓ, അപ്പൊ അതിനൊരു തീരുമാനമായി. കർത്താവേ, അടിയും കഴിഞ്ഞ് ഇവരൊന്നും ഉണ്ടാതെ പോണേണല്ലോ. ഇത്ര നേരം കാത്തിരുന്ന നമ്മ മണ്ടന്മാരായ. അല്ല, തീരുമാനമൊന്നും പറഞ്ഞില്ല. ഇവരോട് പറഞ്ഞേക്കല്ലേ? എന്നാ പറയടാ. അവന്റെ തീരുമാനമല്ലേ, അവൻ തന്നെ ഉണ്ടാക്കട്ടെ. എന്നാ പിന്നെ ഞാൻ അലോൺസ് ചെയ്തേക്കല്ലേ. ആ ചാമ്പിക്കൊട്. പ്രിയപ്പെട്ട നാട്ടുകാർ, ഇത് നാടകമല്ല, മര്യാദക്ക് പറ. അതായത് ഞങ്ങള് കട്ടുമോട്ടിച്ചൊക്കെ ജീവിച്ചിരുന്നവരാണ്. കള്ളം തൊമ്മനും മക്കളും ഫേമസ് ആണല്ല. പക്ഷെ ഞങ്ങൾ ഇപ്പൊ നടത്തിയ ഈ ചവിട്ട് നാടകത്തിന്റെ അർത്ഥത്തിൽ ഞങ്ങൾ തീരുമാനത്തിലെത്തി. ഈ തൊമ്മനും മക്കളും ഇന്നത്തോടുകൂടി നൈറ്റ് ഡ്യൂട്ടി നിർത്തി. അതായത് തൊമ്മനും മക്കളും എന്നേക്കുമായി മോഷണം നിർത്തി. ഇനി എല്ലാവർക്കും മനസമാനത്തോടെ കിടന്ന് ഉറങ്ങാം. വെറുതെ TV സീരിയലിട്ട് നേരം കളയാതെ വല്ല സെക്കൻഡ് ഷോക്കൊക്കെ പോന്നേ. സുലാ വാ.
നോക്കിയടേ. തൊമ്മനും മക്കളും, തൊമ്മനും മക്കളും. എങ്ങനെയുണ്ടാ? നല്ല ആർട്ടിഫിഷ്യാലിറ്റി ആയിട്ടില്ലേ? നീ ആള് കാണുന്ന പോലെയൊന്നും അല്ല, നല്ല സാഹിത്യകാരൻ തന്നെ. കൊള്ളാം, കലക്കിട്ടുണ്ട്. താങ്ക് യു. ഇതെന്ത് പണ്ടാലോട് എഴുതി വെച്ചേക്കണത്? തെമ്മനും മക്കളുവാ. ദീർഘം എവിടെ? ദീർഘം ആ എഞ്ചൂട്ട. തൊമ്മന്റെ താ കഴിഞ്ഞ ദീർഘം വേണം. തൊമ്മന് ദീർഘട്ട തോമനം തേടാ വായിക്കണ പോത്തെ. കഴുത. നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്? അതെ, തെണ്ടിയുടെ തേ അല്ല, തൊണ്ടിയുടെ തോ. തൊമ്മന്റെ സ്പെല്ലിംഗ് തെറ്റാണ്. ഈ സ്മെല്ലിംഗ് ഒക്കെ മതി, ഞങ്ങളുടെ അപ്പനല്ല, ഞങ്ങൾ പറഞ്ഞ് മനസ്സിലായിക്കോളാം. ആരുടെ അപ്പനായാലും എന്താ ദീർഘം വേണ്ടടുത്ത് ദീർഘം വേണം. പിന്നെ ഈ വയസ്സാം കാലത്ത് ഇനി ദീർഘം ഫുൾ ടൈം വെള്ളമടിച്ച് നടക്കണ അപ്പനെ ഒന്നും വായിക്കാൻ പോണില്ല. ഇനി നീയായിട്ട് പോയി പറഞ്ഞ തല്ലിപ്പിളിയാ കണ്ടിരുന്നാൽ മതി. പണ്ടാറെടുക്കാനായിട്ടുള്ള പെയിന്റും തീർന്നു. അതിരിക്കട്ടെ, ലോറി അവിടെ അടിച്ചു മാറ്റിയതാണ്. ഒറ്റ കിണ്ണിയം വെച്ചെന്നടാ പന്നി. എന്താണ് ഇത് അടിച്ചു മാറ്റിയും പൊളിച്ചു മാറ്റിയൊന്നുമല്ല. പിന്നെ? വീടും പറമ്പ് എഴുതി കൊടുത്ത് മേടിച്ചാണ്. ദൈവമേ, അപ്പൊ പണി നിർത്തി എന്ന് പറഞ്ഞ നേരാണ്. പിന്നെ അല്ലാതെ എടാ, അടിച്ച് തീരുമാനിച്ച കാര്യം ദൈവം തമ്പനെ ഇറങ്ങുമെന്ന് പറഞ്ഞാൽ ശരി, ഞങ്ങളത് മാറ്റിയില്ല. ദാറ്റ് ഈസ് ഓൾ. അല്ല, ഈ പഠിച്ച പണി നിർത്തിയിട്ട് നിങ്ങൾ ഇനി എന്ത് ചെയ്യാൻ പോണു? അതിനല്ലേടെ ഉടുമ്പേ ഞങ്ങൾ ഈ ലോറി വാങ്ങിയത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങളെ പഴയ കള്ളന്മാരായിട്ടല്ലേ നാട്ടുകാർ കാണുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് തന്നെ പോവാൻ പോവാ. നാട്ടിൽ നിന്നും പോണേനാ? ആ. ഇത് വലിയ കൊലച്ചതി ആയി പോയേട്ടാ. ആ ഞങ്ങള് പോയാൽ നിനക്ക് ഷോർട്ടേജല്ലേ? ഈ ലൊക്കാലിറ്റി മുഴുവൻ ഒതുങ്ങി കിട്ടൂലേ? അതൊക്കെ ശരിയാണ്. മുമ്പ് ഇവിടെ എന്ത് കളവ് നടന്നാലും ആദ്യം പൊക്കണം നിങ്ങളെ. അത് കഴിഞ്ഞാൽ നമുക്കൊക്കെ വണ്ടി വരുവുള്ളൂ. ഇനി നിങ്ങൾ പോയി കഴിഞ്ഞാ ഇടി ഷെയർ ചെയ്യാൻ ആളില്ലെല്ലാന്ന് ഓർക്കുമ്പോഴാണ് കോതമംഗലം കഴിഞ്ഞ് മൂലമറ്റത്തേക്കൊരു വിഷമം. ആ ഇടി കൊള്ളാണ്ടിരിക്കണമെങ്കിലേ ഇനി ഞങ്ങളെ പോലെ അധ്വാനിച്ച് ജീവിക്കാൻ തീരുമാനിക്കും. അങ്ങനെ പറയരുത്. ഞാനിപ്പോഴും നന്നായിട്ട് അധ്വാനിച്ചിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. വെളുക്കുന്നത് വരെ ഉറക്കമൊഴിച്ച് ജനൽക്കമ്പി വളച്ചിട്ടാ വക്കീലിന്റെ വീട്ടിൽ നിന്ന് വാച്ചും ഈ മാല അടിച്ചെടുത്തത്. അതൊന്നും അധ്വാനമല്ലേ? ഇന്നലെ വരെ അന്നം തന്ന തൊഴിലെ തള്ളി പറയല്ലേ കേട്ടാ. എന്റെ ശിവ, എന്ത് ബുദ്ധിമോശ നിങ്ങളുടെ അപ്പം കാണിച്ചേ? കളവ് നിർത്തിയെന്നും പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ലഡു കൊടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇതിപ്പോ വക്കീലിന്റെ വീട്ടിൽ കയറി മാല മോഷിച്ചെന്നും പറഞ്ഞ് അവിടെ ഇട്ട് നല്ല കിഴി കിഴിക്കാണ്. ഈശോ, അയ്യോ അയ്യോ അയ്യോ. സത്യം വേണ്ട, ആ തൊണ്ടി എവിടെ? ഓ നിന്റെ മക്കളത് എവിടെയാ വിൽക്കാൻ കൊണ്ടുവരിക്കണത്? ഒന്നേമാനെ, ഞങ്ങളത് എടുത്തിട്ടില്ല. ഞങ്ങള് മോഷണം നിർത്തി. സംശയം ഉണ്ടെങ്കിൽ നാട്ടുകാരോട് ചോദിച്ചു നോക്ക്. ശരിയായിരിക്കും സാറേ. അല്ലെങ്കിൽ ആദ്യത്തെ ഇടി തന്നെ തൊമ്മൻ എല്ലാം സമ്മതിക്കുന്നല്ലേ? ഇവനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ഓ, ഇവനോ വക്കീൽ വീട്ടിൽ വാച്ച് മാല മൂട്ടിച്ചത്? ദാ തൊണ്ടി മുതല്. അയ്യോ, നീയൊക്കെ എന്നാടാ പോലീസിന്റെ പണി തുടങ്ങിയത്? പോലീസിന്റെ പണിയൊന്നും തുടങ്ങിയതല്ല സാറേ. സാറ് പഴയ വൈരാഗ്യം വെച്ച് ഞങ്ങളുടെ അപ്പനെ മുഴുവത്താടെ തിന്നു തീർക്കുന്നതിന് മുമ്പ് ബാക്കിയുള്ള അപ്പനെയും കൂടി ഞങ്ങൾക്ക് പോകണ്ടേ, അതുകൊണ്ട് ചെയ്തു പോയതാണ്. പോലീസുകാർക്ക് ലഡു കൊണ്ടുവന്ന് വിളമ്പിട്ട് അപ്പന് കിട്ടിയല്ല. നല്ലവനായന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ അപ്പന് വേറെ സ്ഥലമൊന്നും കിട്ടിയില്ലേ? എന്തിനാ സാറേ ഞങ്ങളുടെ പാവ അപ്പനെ എങ്ങനെ തല്ലിച്ചതച്ചത്? ഒന്നുമില്ലെങ്കിലും പ്രായമുള്ള ഒരു മനുഷ്യനില്ലേ? എന്താടാ അപ്പനെ തല്ലുകൊണ്ട് ദണ്ണിച്ചോ നിനക്ക്? അപ്പനുള്ളവർക്കൊക്കെ ദണ്ണിക്കും സാറേ. എന്നാ ഒന്നുകൂടെ ദണ്ണിച്ചോ. ഇനി വേണ്ട സാറേ, ഇനി എന്റെ അപ്പനെ തൊട്ട് കളിക്കണ്ട. കൈ തടയുന്നോടാ റാസ്കൽ. എന്റെ ലഡു ഇത് കുത്തിക്കോടാ. അയ്യോ, ലഡു തന്ന കൈക്ക് കൊത്തരുത്. അവിടെ കേട്ടാ ദേ അവൻ മുങ്ങുന്നടാ. അയ്യോ, ഞാൻ മുങ്ങിയതല്ല, മൂത്രം ഒഴിക്കാൻ പോയതാണ്. വിളിച്ചിട്ട് ആ, വാങ്ങിച്ചു കൊടുക്കടാ. തന്നതൊക്കെ തിരിച്ചു കൊടുക്കപ്പാ. തൊമ്മൻചേട്ടാ, എന്നെ ഒന്ന് ഭൂമിയിലേക്ക് അവിടെ ഇറങ്ങി. കിടക്കണമെന്ന്. മോഷണം നിർത്തിയെങ്കിലും തൊമ്മനും മക്കളും ഇതുവരെ കൈക്കരുത്താർക്കും പണയം വെച്ചിട്ടില്ല. നീ ഇങ്ങനെ മാക്കാൻ തവളെ റൂട്ട് മസിൽ പിടിച്ചാലുണ്ടല്ലോ, പാണ്ടിലോറി കയറ്റി ഞാൻ പരത്തി കളയും കേട്ടാ. പോട്ടെ സാറേ. സുലാൻ. അപ്പൊ സാരിപ്പേടാണോ? ഒരെണ്ണം കൂടി. എന്നാ വേഗം ചെല്ല്. ചെല്ലേ ഇതുകൂടി എന്താടാ വണ്ടിക്ക് ഒരു ഓക്കാനം പോലെ? ആ നോക്കട്ടെ. ആ നോക്ക്.
എന്താടാ കേടായി. എന്താ പറ്റിയത്? ആ ഇത് ഏതാടാ ഇപ്പൊ സ്ഥലം? ഇതേ അവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഏതാണ്ട് ഹിന്ദി പണ്ടാരടങ്ങി വെച്ചിരിക്കുന്നു. വല്ല കർണാടക മറ്റേ കർണാടകയിൽ കർണാട്ടിക്കല്ലേ. എന്തായാലും നേരം വെളുക്കട്ടെ. ഇവിടെ അടുത്തെങ്ങനെ വല്ല വർഷാപ്പ് കൊണ്ടുവന്ന് നോക്കാം. ഇന്ന് ഇവിടെ വല്ലോടത്ത് നടുവ് നൂർത്ത മക്കളെ. മക്കളെ, ലക്ഷണം കണ്ടിട്ട് പുലി ഇറങ്ങുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. വെറുതെ പേടിയില്ലാത്തവരെ കൂടി പേടിപ്പിക്കരുതട്ടാ. ഓ പേടിയില്ലാത്തവന്റെ മുണ്ടിപ്പോ നനഞ്ഞു ഓ, പിന്നെ ഒന്ന് കിടന്ന് കച്ചറ പറയാം. വണ്ടിക്ക് പണ്ടാറടങ്കം കണ്ട സ്ഥലം സെക്കൻഡ് വണ്ടി വേണ്ട 100 പ്രാവശ്യം പറഞ്ഞാണ് അപ്പനോട്. പിന്നെ 5 സെന്റ് സ്ഥലം ഒരു പെരയും കൂടെ വിറ്റാ പുത്തൻ വണ്ടി കിട്ടണമെങ്കിലേ ടാറ്റ കമ്പനി നിന്റെ കിടക്കണ അപ്പന്റെ ഇരിക്കണം. പൊണ്ടാർ കടങ്ങാനായിട്ട് വിശന്നിട്ട് അണ്ടം കത്തണ്. അപ്പന് വിശക്കുണ്ടാ? ഞാനോർത്ത് എനിക്ക് മാത്രമേ വിശക്കുള്ളൂ. ഏയ്, അപ്പന് വിശക്കത്തില്ലല്ല. അപ്പന്റെ ആമാശം പട്ടി കൊണ്ടുപോയിരിക്കുകയാണല്ലേ. പുലി കാണാടാ മോനെ. അവിടെ ഒരു ലൈറ്റ് കണ്ടറാ, വല്ലതും കിട്ടുമെന്ന് നോക്കിയാലോ. നീ അവിടെ എങ്ങനെ കിടന്ന് ഉറങ്ങണപ്പാ? ഞാനിപ്പോ വരടപ്പോ നോക്കട്ടെ. അവൻ നോക്കിട്ട് വരട്ടാ. മകനെ, പുലിയെ കേട്ടാ ഇങ്ങോട്ട് പോരി കേട്ടാ. അപ്പാ അപ്പോയി തൊമ്മ. എന്താടാ പട്ടി? ഇപ്പൊ മനസ്സിനൊരു തണുപ്പുണ്ടല്ലേ? മകരമാസമല്ലേ, കാണും. അതല്ലപ്പാ, വേലയെടുത്ത് തിന്നാൻ തീരുമാനിച്ചപ്പോ മുതല് മനസ്സിനൊരു കുളിര്. ഇനി തൊമ്മനും മക്കൾക്കും തലചായ്ക്കാൻ ഒരു പുൽക്കൂടും കൂടി പണിയണം. പുൽക്കൂട്ടി പെറ്റുകിടക്കാൻ നിന്റെയൊക്കെ ഭാര്യമാരും തൊമ്മന് വീടാനുഭവത്തിന്റെ നാളുകള് ഒടുക്ക കുരിശു മരണു. ഈ അപ്പൻ അല്ലേലും അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞ ഉടനെ കുടഞ്ഞ വർത്താനം പറഞ്ഞുകൊണ്ട് വരും. നീ പറഞ്ഞു വരുന്ന റൂട്ടൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ദേ, ഒരു കാര്യം പറഞ്ഞേക്കാം. നിങ്ങളല്ലാണ്ട് അപ്പനെ കള്ളു പിടിച്ചേരാൻ വേറെ ആരുമില്ലേ. പെണ്ണുങ്ങളുടെ വാക്കിട്ട് അപ്പനെ പുറംകാലിനടിക്കല്ലേ. ഒരു പെണ്ണ് വേണമെന്ന് നല്ല പ്രായത്തിൽ തോന്നിട്ടില്ല. പിന്നെയല്ലേ മൂക്കിപ്പല്ല് വന്നപ്പോ. തോന്നിയിട്ടില്ലെങ്കിൽ നല്ല കാര്യം. എന്തായാലും എന്റെ മരണം വരെ എന്റെ ഇടത്തും പടുത്തും നിങ്ങൾ വേണം മക്കളെ. അപ്പന്റെ മുട്ടന്മാരാണ് നിങ്ങൾ. പുലിയാണാടാ. പുലി കുരക്കും. കുറച്ച് ചോറ് കിട്ടിയുള്ളൂ. നമുക്ക് 3 പേർ കൂടിയാണ് കഴിക്കാം. എത്ര പറഞ്ഞാലും കട്ട് കഴിവറി കൊണ്ട് വരും. നീ നന്നാകലെ ആരോടെങ്കിലും പെറ്റു വെച്ചിട്ടുണ്ടാ? എന്താടാ ഇത്? എന്റെ അപ്പ ഇത് കട്ടതും ഓടിച്ചോന്നും അല്ല. പിന്നെ നീ എന്തിനാണ് ഓടിയത്? പട്ടി അടിച്ച് പേള് കേട്ട് നിങ്ങളൊന്ന് ഓടിച്ചിട്ട് കടിക്കാനെ കൊണ്ട് വയ്യ, അതുകൊണ്ടാ ഓടിയത്. ചേട്ടാ, വിശക്കണമെന്ന് പറഞ്ഞിട്ട് കണ്ട വീട്ടിൽ പോയി തെണ്ടിട്ടു പറഞ്ഞു കേട്ടില്ല ശവം. തെണ്ടിയതായാലും ഓടിച്ചാലും നീ തന്നെ നിന്നാ മതി. എന്നാ ഒരു സത്യം പറയട്ടെ, ഇത് തെണ്ടിയതും അല്ല മോട്ടിച്ചതും അല്ല. ഞാൻ ആ വീട്ടിൽ ചെന്നിട്ട് വളരെ ഡിസെൻട്രി ആയിട്ട് ഇത്തിരി ചോറ് തരുമെന്ന് അങ്ങോട്ട് ചോദിച്ചു. പാതിരാക്കൊന്ന് ചോറ് വെക്കാൻ എന്റെ അച്ഛൻ വീടാണോ ചോദിച്ചിട്ട് ഒരുത്തമോട്ട് ഒരു ഒറ്റടി. പിന്നെ എനിക്കവിടെ ഭ്രാന്ത് കയറി. ഞാൻ ഇതങ്ങോട്ട് കാണിച്ചിട്ട് എടുക്കടാ ചോറെന്ന് പറഞ്ഞു. അവൻ ചൂല് പോലെ അകത്ത് പോയി ചോറ് എടുത്തോണ്ട് വന്ന്. അങ്ങനെ നല്ല ബെസ്റ്റ് തെമ്മാടിത്തരം കാണിച്ച് മേടിച്ച് ചോറായത്. പാതിരാത്രി ഒരു വീട്ടിൽ കയറി കത്തി കാണിച്ച് ഭക്ഷണം മേടിക്കണതേ തെമ്മാടിത്തരമല്ല, തെണ്ടിത്തരമാണ്. നല്ല ശുദ്ധ തെണ്ടിത്തരം. അല്ല, ഞാനും ചോദിച്ചോട്ടെ, നീ എന്ന് മുതലാണ് ഇപ്പൊ മദർ തെരേസ ആയത്? ഇങ്ങനെ പോയാൽ നീ സമാധാനത്തിലുള്ള സന്തോഷവും മേടിക്കുവാനാണ് പുല്ല്. നീ ഇത് കഴിക്കണ്ട. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? നിനക്ക് വേണ്ടെങ്കിൽ എനിക്ക് വേണ്ട. പട്ടി നീ വേണം പട്ടി. നിർത്തണ പട്ടികളെ. എല്ലേലും ഇത് 3 പേർക്ക് തികത്തില്ല. ഏതായാലും പൊന്നുമോനെ നീ കത്തി കാണിച്ച് ചോറ് മേടിച്ച്. എന്നാ ഇത്തിരി ചതാവിലെ അച്ചാറും കൂടെ മേടിച്ചോട് പോരാൻ മേലായിരുന്നു. അല്ലെങ്കിൽ അപ്പന്റെ കാര്യം മാത്രമേ ഉള്ളൂ. ഒരു പുതിയ കലാപരിപാടി. ഒറ്റക്ക് നിന്റെ കൊതി കിട്ടിയതാണ്. അവനവന്റെ വയറിഞ്ഞ് തിന്നണ്ടേ, ഹൗസ്ഫുള്ളായിട്ട് പുറത്തേക്ക് വരിക. അപ്പൊ ഡോക്ടർ, എന്റെ മെഡിക്കൽ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമായത്. ഈ ഉടുമ്പൽപ്പെട്ടിൽ 2 കേസുകളെ വരാറുള്ളൂ. ഒന്ന് മലയടി വാരത്തുള്ള ആക്സിഡന്റ് കേസുകൾ, പിന്നെ ഇവിടുത്തെ തേവരുടെ ആളുകൾ ഉണ്ടാക്കുന്ന വെട്ട് കേസുകൾ. ദേ കൊണ്ടുപോകുന്ന ഒരെണ്ണം. എന്റെ ഓർമ്മയിൽ ഇവിടെ വന്നിട്ടുള്ളവരാരും ജീവനോടെ തിരിച്ചു പോയിട്ടില്ല. ബന്ധുക്കളെല്ലാം വിവരം അറിയിച്ചുള്ളൂ. ഒരു അത്ഭുതമാണ് സംഭവിച്ചിരിക്കുന്നത്. ഈശ്വരകൃപയാൽ അദ്ദേഹത്തിന് ജീവൻ തിരിച്ചു കിട്ടിയിരിക്കുന്നു.
മകനെ, അപ്പനൊരു അന്ത്യാഭിലാഷമുണ്ട്. എന്താണ്? ഒരു അരക്കുപ്പി ബ്രാൻഡ് മേടിച്ച് പൊട്ടിച്ചാ ലൂക്കോസ് ഉപ്പിക്കകത്തേക്ക് ഒഴിച്ചതാ. ചപ്പരൊന്നും മുണ്ടാണ്ട് കിടക്കണ്ട. ബ്രാൻഡ് കുടിക്കാൻ പറ്റിയ നേരം. ഓടാ പന്നി. അതെ, ഡ്യൂട്ടി കഴിഞ്ഞിട്ട് റോസമ്മ എന്നെ കണ്ടിട്ടേ പോകാവൂ. എങ്ങനെയുണ്ട് കമ്മൻ? വേറെ കുഴപ്പമൊന്നുമില്ല ഡാക്ടറെ. പിന്നെന്താ? പക്ഷെ മൂത്രം പോണില്ല. ഈ ലൂക്കോസ് കയറ്റം നിർത്തിയിട്ടേ ഇത്തിരി മൂത്രം കയറ്റിയാൽ മതിയായിരുന്നു. അതെ, ഈ മൂത്രം അകത്തേക്ക് കയറ്റാനുള്ളതല്ല തൊമ്മൻ, അത് പുറത്തേക്ക് ഒഴിക്കാനുള്ളതാ. ഈ ട്രിപ്പ് കഴിഞ്ഞാൽ വേണേ പോകാം കേട്ടോ. എന്നാ ഇന്ന് തന്നെ ഡിസ്കണക്ട് ചെയ്തേക്ക് ഡോക്ടറെ. പേഷ്യന്റ് നിങ്ങളുടെ ആരാ? അപ്പനാണ്. ആഹാ, എന്തെങ്കിലും ഫാമിലി പ്രോബ്ലംസ് ഉണ്ടായിരുന്നോ? അപ്പന് ഫാമിലി ഒന്നുമില്ല, ഞങ്ങള് മക്കള് മാത്രമേ ഉള്ളൂ. ഓഹോ. അല്ല ഡോക്ടറെ, അപ്പനെന്താണ് സൂക്കേട്? സൂയിസൈഡ് അറ്റംപ്റ്റ്. അയ്യോ, അതത്രയും വലിയ സൂക്കേടാണോ? അല്ല, നല്ല അടിയിട്ടാത്തതിന്റെ സൂക്കേടാ. ആത്മഹത്യാശ്രമം. ഇന്നലെ രാത്രിയിലെ ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കഴിച്ചതാ. ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും എന്ന് കരുതി വിഷം കഴിക്കുകയാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ ദിവസവും 3 നേരം ഞാൻ വിഷം കഴിക്കണമല്ലോ. ഈ നിൽക്കുന്ന റോസമ്മ ചുരുങ്ങിയത് 4 നേരവും. ഞങ്ങളെ പറ്റി എന്തെല്ലാം അപവാദങ്ങളാണ് എൻ്റെ ഭാര്യ പറഞ്ഞു നടക്കുന്നതെന്ന് അറിയാവോ? എല്ലാം ഞാൻ നേരിടുന്നില്ലേ, സഹിക്കുന്നില്ലേ? പ്രശ്നങ്ങളെ ഫേസ് ചെയ്യൂ തോമൻ. ടേക്ക് ഇറ്റ് ഈസി. എവരിതിങ് വിൽ ബി ഓൾ റൈറ്റ്. ഓക്കെ. ഡോക്ടേഴ്സ് റൂമിലേക്ക് നടക്കണോ സമയം? അപ്പനെ ഈ കോലത്തിൽ കിടത്തിയപ്പോ നിനക്ക് സമാധാനമായില്ല. എടാ, പാതിരാത്രി ഒരു വീട്ടിൽ കയറി ചെന്ന് കത്ത് കാണിച്ച് ഭക്ഷണം ചോദിക്കുമ്പോ ഓർക്കണമായിരുന്നു അവര് ചതിക്കുമെന്ന്. ആ വീട്ടുകാർക്കുള്ള നന്ദി ചൂടോടെ പറഞ്ഞിട്ട് വരാം. ബാക്കി നിനക്ക് വന്നിട്ട് മാറി നിൽക്കും. എടാ, അത് പോട്ടെ, നീ ചോദിക്കാൻ നിൽക്കണ്ട. മകനെ, നീ ഇങ്ങോട്ട് വന്നേ. എന്താ അപ്പ? ഇവിടെ ഇരുന്നേ. സത്യം പറ, പൂർവ്വവൈരാഗ്യം മനസ്സിൽ വെച്ചാണ്ട് നീ എനിക്ക് വിഷം തന്നതല്ലേ? അപ്പ നിന്റെ വീട്ടിൽ വന്ന് ആരെങ്കിലും ഭക്ഷണം ചോദിച്ചാൽ നീ ചതിക്കുമല്ലോ. എന്റെ വീടോ? ഇത് എന്റെ വീടല്ല. നിന്റെ വീടല്ലേ? ഞാൻ ബ്ലോക്ക് ഓഫീസിൽ പുതിയ വിത്ത് വന്ന വിവരം പറയാമെന്നാണ്. അന്നാ തനിക്ക് ആദ്യമേ പറഞ്ഞുകൂടായിരുന്നു. അതെങ്ങനെ? അടിക്കൊരു ഗ്യാപ്പ് തന്നെങ്കിലല്ലേ പറയാൻ പറ്റൂ. അപ്പൊ ഈ വീട്ടുകാരെവിടെയാണ്? എന്താ ഇയാളിതിലാ ഈ പാവത്തിനെ ഉപദ്രവിച്ചത്? ഓ, നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടല്ല. കണ്ടാ നല്ല കുടുംബക്കാർ, അന്തസ്സുള്ളവര്. ആരെങ്കിലും വിശന്ന് വന്ന് ഭക്ഷണം ചോദിച്ചാ വിഷം കിടക്കേ കൊടുക്കുള്ളൂ. ഇയാൾ എന്തൊക്കെയാ പറയുന്നേ? ഇവിടെ ആരും ഭക്ഷണം ചോദിച്ചു വന്നിട്ടില്ല. നിങ്ങൾക്ക് വീട് മാറിപ്പോയതായിരിക്കും. വീട് മാറിപ്പോൻ ഇതെന്താ ലക്ഷം വീട് കോളനിയാ? ഇവിടെ പരിസരത്ത് വേറെ ഏത് വീടിരിക്കുന്നത്? വെറുതെ ആളെ പൊട്ടം കളിപ്പിക്കല്ലേ. അവന്റെ വീടുവായിക്ക് എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് വിഷം കൊടുത്താണോ പകരം വീട്ടുന്നത്? ഞങ്ങൾ 3 പേരും ചത്തുകൊണ്ടാണ്. പാപ എന്റെ അപ്പൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ചവിട്ടി കൂട്ടിനെ ഞാൻ അത്രയും കൂടെ. നിങ്ങൾ ബഹളം ഉണ്ടാക്കണ്ട. എന്റെ മകള് പറഞ്ഞത് ശരിയാ. ഇന്നലെ ആരും ഭക്ഷണം ചോദിച്ചിവിടെ വന്നിട്ടില്ല. പക്ഷെ രാത്രിയില് അടുക്കള വാതിൽ തുറന്ന് ആരോ ഭക്ഷണം എടുത്തോണ്ട് പോയിട്ടുണ്ട്. അപ്പൊ അടുക്കളയിൽ നിങ്ങൾ വിഷം കലക്കിയാണാ ഭക്ഷണം വെക്കണത്? ഭക്ഷണത്തില് വിഷം ചേർത്ത ശരിയാ. അത് മറ്റാർക്കും വേണ്ടിയല്ല, എനിക്കും എന്റെ ഈ മക്കൾക്കും വേണ്ടിയാ. എല്ലാം അവസാനിപ്പിച്ച് കുടുംബത്തോടെ അങ്ങ് പോകാൻ വേണ്ടി ചെയ്തതാ. എന്റെ പണിക്കരി ചേട്ടാ, എന്ത് അക്രമമാണ് നിങ്ങൾ ഈ കാണിച്ചത്? ഈ കുട്ടികളുടെ കാര്യമെങ്കിലും ഒന്ന് ഓർക്കണ്ടേ? പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? തേവരുടെ ആളുകളെ ഇന്നോ നാളെയും വന്ന് എന്നെയും മക്കളെയും ഇറക്കി വിടും. അതിനു മുമ്പ് ഇവിടെ കിടന്ന് തന്നെ ചാകണം തോന്നി. പെമ്മക്കളുമായി തെരുവ് കിടക്കുന്നതിനേക്കാൾ ഭേദം ഇതല്ലേ? ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോ ഇങ്ങനെയൊക്കെയാണാ ചിന്തിക്കണത്? ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ കൊടുങ്കാറ്റും സുനാമിയും വന്ന് എത്രത്തിന്റെ വീടും കൂടിയൊക്കെ നശിച്ചിരിക്കണ്? അവരൊക്കെ തന്നെത്താൻ ചെയ്യാൻ പോവാ? ഈ കുടുംബത്തിലുള്ളവർ ജീവിച്ചിരിക്കണമെന്നാ ഒടയതമ്പുരാന്റെ കൽപ്പന. അതുകൊണ്ട് ഇവിടെ വെച്ച് ഞങ്ങളുടെ ലോറി കേടാകാനും ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയത്. അതെ, അതുകൊണ്ട് ഇതുപോലുള്ള ദുർബുദ്ധിയൊന്നും ഇനി കാണിക്കരുത്. എപ്പോഴും ഇതുപോലെ ഒന്ന് രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞൊന്നും വരില്ല. എടാ, ഒന്നിങ്ങോട്ട് വന്നേ. ജസ്റ്റ് വേണ്ട പറേ. എടാ, പെങ്കുച്ചു കൊള്ളാല്ലേ?
നീ അപ്പന്റെ തലയെ തൊട്ട് സത്യം ചെയ്തില്ലടാ പന്നി നീ മോട്ടിക്കലെന്ന്. പിന്നെ നീ ഇപ്പൊ എന്താ കാണിച്ചത്? എന്ത് 4 പേരുടെ ജീവൻ രക്ഷിച്ചത് തെറ്റായി പോയാ? അതല്ല. എന്തല്ല തെറ്റായി പോയെങ്കിൽ പറയടാ. നീ കുറച്ച് ചോറ് വിഷം കലക്കിത്താ, ഞാൻ അവരെ കൊണ്ട് തല്ലി തീറ്റിക്കാം. എന്താ വേണ്ടേ? വേണ്ടേന്ന് പോടാ. എന്ത്? എടാ, പോടാ. ചുമ്മാ ഇരിക്കട്ടെ, കളിക്കല്ലേ? ഇയാൾക്ക് ഇത് തന്നെ പണിയാ. ഈശ്വരൻ തന്ന ജീവൻ എടുക്കുമ്പോ ഈശ്വരനോട് തന്നെ അനുവാദം ചോദിക്കണമെന്ന് തോന്നി അവസാനമായി പൂജാമുറി കയറി ഒന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ എല്ലാം സഹിച്ചുകൊണ്ട് ജീവിച്ചിരിക്കാനാണ് ഈശ്വരന്റെ തീരുമാനം. അതുകൊണ്ടാ ആ നിമിഷം അങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇനി ഇപ്പൊ എല്ലാം മനസ്സിൽ നിന്ന് അങ്ങോട്ട് കളഞ്ഞിട്ട് എന്ത് മലയിടിഞ്ഞ് വീണാലും എല്ലാം നേരിടാൻ അങ്ങോട്ട് തീരുമാനിക്ക്. അത്രേ ഉള്ളു കാര്യം. ശരിയാ, എല്ലാം നിങ്ങളോട് തുറന്നു പറഞ്ഞപ്പോ മനസ്സിന്റെ ഭാരമൊക്കെ അങ്ങ് കുറഞ്ഞു. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരും. അച്ഛൻ ധൈര്യമായിട്ടിരിക്കെ. മോള് പറഞ്ഞത് ശരിയാ. ഈശോ, ആശുപത്രി വെച്ച് വയറ് കഴുകിയത് കൊണ്ടേ എനിമി വയറിനകത്തൊരു എരിച്ചില്. മോള് ചെന്ന് ഇവർക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്ക്. അതെ അതെ, ഇത്തിരി അരിഭക്ഷണം ചെന്നാലേ വയറൊന്ന് നേരെയാകത്തുള്ളൂ. അല്ല, അവന്മാരെന്തിയേ? അല്ല ഭൈ, ഇവിടെ അടുത്ത് വല്ല വർക്ക്ഷോപ്പ് ഉണ്ടാ? ഓ, അതങ്ങ് ടൗണിൽ പോണം. പിന്നെ ഇവിടുന്ന് 2 കിലോമീറ്റർ അകത്തോട്ട് ചെന്നാ ഒരുത്തനുണ്ട്. നമുക്കൊന്ന് പോയി നോക്കിയാലോ? പിന്നെന്താ, എന്നെ തല്ലിയിട്ടുള്ളവരൊക്കെ ഇപ്പൊ എന്റെ ഫ്രണ്ട്സാ. വാ ചങ്ങാ, നടക്ക്. എടാ, അപ്പനെ നോക്കിക്കോണേ. ഓ, പിന്നെ അപ്പം കാലുതെറ്റി കൊളത്തി വീഴുവല്ല. ഡാ, ആ അപ്പന്റെ പതിവ് മറക്കല്ലേ മകനെ. ആ സുഖമില്ലാതിരിക്കല്ലേ, അകത്ത് വിശ്രമിക്കാം. ഓ, എന്താ? വിഷമൊഴിക്കാത്ത കുറച്ച് കഞ്ഞിവെള്ളം തരുമോ? കഞ്ഞി പാകായിട്ടില്ല. എങ്കിൽ ഞാനും കൂടി സഹായിക്കാം. എന്താണെന്നറിയില്ല, വെറുതെ ഇരിക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ്. ഇവിടെ ഞങ്ങൾക്ക് ചെയ്യാവുന്ന ജോലിയേ ഉള്ളൂ. നിങ്ങൾ അപ്പുറത്തേക്ക് പൊയ്ക്കോ. എങ്ങനെ പോകും മോളെ? ഇങ്ങോട്ട് മറിക്ക. ഇനിയും വല്ല വിഷമൊക്കെ ഇട്ട് തന്നാലോ? അതെ, എപ്പോഴും ഇങ്ങനെ വിഷത്തിന്റെ കഥ പറയണമെന്നില്ല. ഹേയ്, എന്താ കുട്ടി ഇത്? നിങ്ങളൊക്കെ ഇങ്ങനെ ദിക്സാക്ഷിയിലെ സംസാരിക്കുന്നത് കേൾക്കുമ്പോ വിഷമമുണ്ട് കേട്ടോ, വിഷമമുണ്ട്. എന്താ അനിയത്തി കുട്ടികളുടെ പേര്? എന്റെ പേര് സിന്ധു. ബിന്ദു. എന്താ ചേച്ചിയുടെ പേര്? ഷീല. ഷീല? ഞാൻ സത്യൻ. സത്യനും ഷീലയും. അല്ല, ചെമ്മീൻ കണ്ടിട്ടുണ്ടോ? ചെമ്മീനില്ല, ചാള മതി അമ്മാമ. സ്മാർട്ട് ബോയ്. ഒറ്റ വാക്കി പറഞ്ഞ ഇത് ശവക്കല്ലറ പോലെയാ. അകത്ത് കംപ്ലീറ്റ് ചീഞ്ഞു കിടക്കുക, പുറത്ത് നല്ല പെയിന്റും. എഞ്ചിൻ പണി മാത്രല്ല, ആക്സിലും പോയി കിടക്കുക. താനേ ശവമൊന്നും മാന്തിപ്പറിച്ച് വലിയ പണിയൊന്നും പണിയണ്ട. ഇതൊന്നും ഇവിടെ നിന്ന് ഓടാനുള്ള പരിവാക്കി തന്നാ മതി. ആക്സിൽ അഴിച്ചെടുത്ത് ലെയ്ത്തി കൊണ്ടുപോയി ത്രെഡ് കട്ട് ചെയ്യണം. നാളത്തേക്ക് വണ്ടി എടുക്കാം. ഇത് വല്ല ഇടങ്ങേറായല്ല. ഇവിടെ താമസിക്കാൻ വല്ല ലോഡ്ജ് വല്ലതും കിട്ടുവാ? ഈ നാട്ടിൽ ലോഡ്ജാ, അതൊക്കെ അങ്ങ് പട്ടണത്തിൽ പോണം. ഇവിടൊക്കെ കൃഷിക്കാരല്ലേ, പിന്നെ തേവരുടെ പണിക്കാരുടെ ഷെഡ് കാണും. തേവരോട് ചോദിച്ചാ തേവാരെന്ന് പറയുന്നുണ്ട് കുറെ നേരമായില്ല. ആരാണ് ഈ തേവാര്? തേവരല്ല, തേവര്. എന്ത് പണ്ടാറോങ്കിലും ആകട്ടെ, ഈ നാട്ടിലെ ദൈവവും ജഗത്താനും ഒക്കെ ഈ തേവരാ. ശരിക്കും പറഞ്ഞ തേവര് പാലക്കാടൻ മലയാളിയാ. 82-ൽ ഇവിടെ വന്ന് എല്ലാം വെട്ടിപ്പിടിച്ചതാ. ഇവിടുത്തെ പോലീസും പട്ടാളും ഒക്കെ ഈ തേവര് തന്നെയാ. സ്നേഹിച്ച കെട്ടിപ്പിടിച്ച് നക്കിക്കൊല്ലും, എടഞ്ഞ ഓടിച്ചിട്ട് വെട്ടിക്കൊല്ലും. എന്താണ് പ്രശ്നം? എന്ത് വിട്ടായിരിക്കും. ഇനി നിങ്ങൾ പോയിട്ട് വിളിക്കും, മാമൻ കണ്ടുപിടിക്കാട്ടാ. 1 2 3 4 5 പേടിപ്പിച്ച് കളഞ്ഞോടാ പന്നി. നീ ഇങ്ങനെ കളിച്ചിരിച്ചു നടന്നോ? വണ്ടി പോകാൻ 3-4 ദിവസവും. വണ്ടി എടുത്തിട്ട് ഇപ്പൊ എവിടെ പോകാനാ? നമുക്ക് പണിയെടുത്ത് ജീവിച്ചാ പോരെ. അതിപ്പോ ഇവിടെ തന്നെ ആയാലെന്താ? അതിന് നിനക്ക് പണി വല്ലതും അറിയാവാ? ഇതേ നമ്മുടെ അപ്പനവിടെ വിറച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പനുള്ള വാർണിഷ് മേടിച്ചാ? അന്യ വീടാണ്. അപ്പനോടെ ഒതുക്കത്തിലേക്ക് അടിക്കാൻ പറ. ഇങ്ങോട്ട് ഇങ്ങോട്ട്. എന്റെ പൊന്നു പണിക്കരി ചേട്ടാ, അങ്ങനെയാ ഞാൻ എന്റെ മേരിക്കുട്ടിയെ കേട്ടു. ടൊമാറ്റോ പിക്കിളെത്തി. ടൊമാറ്റോ അയ്യോ, പിക്കിൾ. ഇത് നാരങ്ങയാ. അപ്പൊ ടൊമാറ്റോ നാരങ്ങയല്ലേ? ഉള്ളിൽ തീ എരിയുമ്പോഴും ഇങ്ങനെ ചിരിക്കാനും സന്തോഷിക്കാനുമുള്ള കാരണം നിങ്ങളാ.
ഞങ്ങളിപ്പോ ജീവിച്ചിരിക്കുന്നത് പോലും. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാ, അതൊക്കെ വിട്ടുകളാ. ഇതങ്ങോട്ട് അടിക്കേ. വെള്ളം എന്തി? അല്ല വെള്ളം വേണ്ട, എന്നാ പച്ചക്കടിക്കേ. അടിച്ചോ, ചുമ്മാ അടിച്ചോ. ഓ അതെ, കുറച്ച് വാട്ടർ വേണമായിരുന്നു. അല്ല, അതിലുണ്ടായിരുന്നല്ലോ. അത് ഞാൻ കുടിച്ചു. സ്റ്റോപ്പ് പ്ലീസ്. ഞാൻ പണ്ടേ മദ്യപിക്കാറില്ലല്ലോ. മദ്യപിക്കുന്ന കാശ് കൂട്ടി വെച്ചിട്ട് വെറുതെ ഇരിക്കുമ്പോ ഞാൻ പാവങ്ങൾക്ക് അന്നദാനം നടത്തും. ഇന്നാണെങ്കിൽ അമ്പലത്തിൽ പോകാനും പറ്റിയില്ല. കുട്ടിക്കറിയോ, ഇന്നലെ വണ്ടി കേടായിട്ട് എന്ത് ചെയ്യുമെന്നറിയാതെ നാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോഴാ പെട്ടെന്നൊരു തോന്നല്, നിന്റെ വേണ്ടപ്പെട്ടവർക്കാർക്കോ എന്തോ അപകടം വരാൻ പോകുന്നു. ചെല്ലടാ ചെല്ല്. പിന്നെ നടന്നതൊക്കെ ഒരു സ്വപ്നം പോലായിരുന്നു. ആ വിഷച്ചോറ് അപ്പനും കൊണ്ട് കൊടുത്തതിന് ശേഷം മനസ്സിനൊരു സമാധാനമായത്. അപ്പൊ മാമനപ്പനെ കൊല്ലാൻ നോക്കിയതാ? സ്മാർട്ട് ബോയ്സ്. പെരുന്നാള് വന്നു. പണിക്കരേട്ടൻ അറിയുവോ, എന്റെ മേരിക്കുട്ടി മക്കളുമായിട്ട് ഞാൻ വേളാങ്കണ്ണിക്ക് പോയതാ. അവിടെ നിന്ന് 450 കിലോമീറ്ററാ വേളാങ്കണ്ണിക്ക്. പക്ഷെ ഏതാണ്ട് 200 കിലോമീറ്റർ ആയപ്പോ ഒരു മര്യാദയില്ലാതെ എന്റെ മേരിക്കുട്ടിയെ മക്കളെയും കൊണ്ട് മാതാവ് അങ്ങോട്ട് പോയി. ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് മാതാവിന് പോലും വേണ്ടാത്ത ഈ തൊമ്മൻ മാത്ര. അതിനുശേഷം തൊമ്മൻ ചീത്തയായത്. എല്ലാം നഷ്ടപ്പെട്ട് പീഡികത്തിന്നെ കിടന്നിരുന്ന എന്നെ കള്ളും കഞ്ഞിയും തന്നെ ഇതുവരെ വളർത്തിയത് എന്റെ ശിവനും സത്യനുമാ. അല്ലാതെ പണിക്കരിയേട്ട അതുങ്ങളെ ഞാൻ വളർത്തിയിട്ടില്ല. 10ഉം 12ഉം വയസ്സ് തൊട്ട് അവന്മാരെന്നെ അപ്പനായിട്ട് വളർത്തുക. മാതാവ് കൊണ്ടുപോയ മക്കൾക്ക് പകരം കർത്താവ് കുരിശന്റെ ഇടത്തും വലത്തും കിടന്ന കള്ളന്മാരെ എനിക്ക് മക്കളായിട്ട് തന്നിരിക്കുക. സത്യനും ശിവനും എന്റെ മക്കള് തന്നെയാ. എന്നോട് സ്നേഹമുള്ള എന്റെ പൊന്നു മക്കള്. ഞാൻ ഓട് പൊളിക്കാന്ന് പറഞ്ഞാലും അവന്മാരെന്നെ മോളെ കേട്ടത്തില്ല. അത്രയ്ക്ക് സ്നേഹമാ. ഓട് പൊളിക്കാനോ? എന്നാലല്ലേ അപ്പം പണ്ട് ഓട് വേണം മേസ്രിയായിരുന്നു. ഒരിക്കലും ഓടിന്റെ മുകളിൽ താഴെ വീണോടി ഞങ്ങൾ ആ പണി നിർത്തിച്ചു. പണിക്കരേട്ടാ, പണ്ട് തമ്മലൻ റോട്ടിലൊരു വീട്, മഴയുള്ള രാത്രി, വീട്ടിലാണെങ്കിൽ 2 മുട്ടക്കാട്ടം പട്ടികള്. അപ്പൊ പട്ടി മേടിച്ച കഥയൊക്കെ പിന്നെ പറയാം. ആര് പട്ടിയെ ഇതങ്ങോട്ട് കുടിച്ച അങ്ങനെ തമ്മലൻ റോഡ്, മഴ, പിടിച്ചോടാ പട്ടി. അപ്പൊ നമ്മൾ ഓഫായി.